പേര് അനിൽകുമാർ. കടയുടെ പേര് അശ്വതി അപ്പോൾസി വർക്ക്. പാലപ്പുറം പഴയ പോസ്റ്റ്. ഞാന് ഒരു 27 വർഷത്തിന് അടുത്തായിട്ടുണ്ട്. ഞാന് പണ്ട് ചെനക്കുത്തൂർക്കാവില് എനിക്കൊരു ചെറിയൊരു പശു ഉണ്ടായിരുന്നു. പശുവിനെ മേയ്ക്കാൻ പോകുമ്പോൾ എനിക്ക് ഈ പണിയോട് അവിടെ ഒരു ആളുണ്ട്. എൻ്റെ അമ്പലത്തിന് തൊട്ടടുത്ത് ഒരാളുണ്ടായിരുന്നു. ആളുടെ പേര് കൃഷ്ണനുണ്ണി എന്നാണ്. അപ്പോൾ ആളുടെ മുഖാന്തരം ഞാൻ ഈ പശുവിനെ മേയ്ക്കുന്ന ടൈമിൽ ആളുടെ കടയിൽ പോയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ പണിയോട് കുറച്ച് താല്പര്യം തോന്നിയത്. അങ്ങനെ പണി പഠിച്ചു. പിന്നെ ആള് ഗൾഫിലേക്ക് പോവായിരുന്നു. അപ്പൊ എനിക്ക് ആ ഷോപ്പ് തരികയും ഞാൻ പിന്നെ അതങ്ങനെ കൊണ്ടു നടത്തുകയായിരുന്നു. ഇവിടെ കുഷ്യൻ വർക്കുകൾ ചെയ്യും, സോഫയുടെ വർക്കുകളെല്ലാം ചെയ്യും. സെറ്റി, ചെയർ, ദിവാൻ, പിന്നെ കട്ടിലിന്റെ ഹെഡ്റസ്റ്റുകൾ, ബെഡ്, പിന്നെ വണ്ടികളുടെ ബൈക്കുകളിലെ സീറ്റുകൾ, ഹാൻഡിൽ കവറുകൾ, ഓട്ടോറിക്ഷ വർക്കുകൾ, പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ സീറ്റുകൾ, വണ്ടികൾ, എല്ലാ വണ്ടികളിലെ. നാളെ ഇപ്പൊ കാറിന്റെ പണിയാണ്, കാറിന്റെ സീറ്റ് അടിക്കലാണ് നാളെ പണി. വർക്കുകളെല്ലാം ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് തന്നെയാണ് കൂടുതൽ വരാറ്. ഇന്ന വർക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ സ്റ്റേറ്റ് ബാങ്കിലത്തെ ഒരു മാഡത്തിന്റെ വീട്ടിലാണ് വർക്ക് ചെയ്ത്. ഇന്നിപ്പോ കഴിഞ്ഞേ ഉള്ളൂ, കൊണ്ടുകൊടുത്തു. ഇനിയിപ്പോ നാളെ ഇത് അജയ്കുമാർ NBയുടെ വീട്ടിലേക്കുള്ളതാണ്, അത് നാളെ കൊണ്ടുകൊടുക്കണം. കെയർ ഓഫ് ആണ് കൂടുതൽ വർക്കുകൾ വരാറ്. എനിക്ക് ടോട്ടലി പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-27 വർഷം. അതിന് മുന്നേ അങ്ങനെ ചെറുപ്പം മുതലേ ഇതിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി കുറെ ആയിട്ട് ഈ വർക്ക് തന്നെയാണ്. ഇപ്പൊ 45 വയസ്സായി. അതുണ്ട്. ചില മെറ്റീരിയലൊക്കെ നല്ല അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന അത്യാവശ്യം നല്ല ഒരു 8-10 വർഷമൊക്കെ നിൽക്കുന്ന കുഷ്യനുകളെ കൂടുതലേ ഉപയോഗിക്കുള്ളൂ. കുർലോന്റെ, കൊയറോന്റെ അങ്ങനെയുള്ള കമ്പനികളാണ് കൂടുതൽ. പിന്നെ നമുക്ക് റേറ്റിനനുസരിച്ച് നമുക്ക് ആൾക്കാർക്ക് അങ്ങനെ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിന് റേറ്റ് കമ്മിയായിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഓരോ ഇതൊക്കെ ഉണ്ട്. ദിവാനൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യാം. സെറ്റി വർക്ക് പറയുമ്പോൾ 2 ദിവസം ചെയ്യാം. നല്ല നല്ല ഗൾഫ് മോഡൽ വർക്കുകളൊക്കെ വരാറുണ്ട്. ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഓരോ ആൾക്കാരെ ഗൾഫിലേക്ക് വരാറുണ്ട്. എനിക്ക് വിദേശ രാജ്യത്തിലേക്ക്, ഗൾഫിലേക്കൊക്കെ ഒരു ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് വീട്ടിലെ സാഹചര്യവും എല്ലാം കൂടി പറ്റിയിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പൊ ഈ പ്രായത്തിലും എനിക്ക് ഓരോ ആൾക്കാരും കൂട്ടുകാരും എന്റെ വർക്ക് ഇവിടുന്ന് എന്റെ കടയിൽ നിന്ന് ഷോപ്പിൽ പണി പഠിച്ച ആൾക്കാർ ഗൾഫുകളിലുണ്ട്. ഇപ്പോഴും ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വർക്കൊക്കെ കുഴപ്പമില്ല. അവര് സ്വന്തമായിട്ട് അവിടെ സെറ്റിലായ ടീമുകളുണ്ട്. ക്ലോത്തുകള്, അതിനെ ജൂട്ടിന്റെ, ചിലർക്ക് ജൂട്ടിന്റെ വേണം പറയും. പല ക്ലോത്തുകളും ഓരോ കമ്പനികളിലെ ക്ലോത്തുകൾ ഓരോ ഇതാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അമേരിക്കൻ വെൽവെറ്റ് ആണ്. വെൽവെറ്റിൽ ഏറ്റവും നല്ലൊരു വെൽവെറ്റ് പറഞ്ഞാൽ അമേരിക്കൻ വെൽവെറ്റ് ആയിരുന്നു. ഇന്ന് പറഞ്ഞൊക്കെ ഓരോ മോഡല് തുണി ഏറിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ ആ തുണി മാറും. പണ്ടെന്ന് പറഞ്ഞാൽ ആ തുണികൾ പറഞ്ഞാൽ നമുക്ക് ഒരു വർഷങ്ങൾ കഴിഞ്ഞാലും ആ തുണികളുടെ ഇതും ക്വാളിറ്റിയും നല്ല ഇതായിരുന്നു. ഇപ്പൊ പറഞ്ഞാൽ ഏറിക്കഴിഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ തന്നെ ഏത് മോഡല് നമ്മുടെ ഈ സോഫ വർക്കിലെ തുണികൾ നിൽക്കുള്ളൂ. അതിപ്പോ റെക്സിനാണെങ്കിലും തുണിയാണെങ്കിലും മെറ്റീരിയലിനൊക്കെ ഏകദേശം ഒരേ കണക്കാണ്. അത്യാവശ്യം ലെതർ റെക്സിനാണെങ്കിലും എല്ലാം ഏകദേശം ഒരേ റേറ്റ് തന്നെ വരുന്നത്. പിന്നെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള റെക്സിനുകളും ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കുറഞ്ഞ ക്വാളിറ്റി വരുമ്പോൾ പെട്ടെന്ന് അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിന് ബാധിക്കും. പറഞ്ഞ് ഞാനത് കൂടുതൽ ഉപയോഗിക്കാറില്ല. മെറ്റീരിയൽ നമുക്ക് ഏകദേശം ഒരു മെറ്റീരിയലിന്റെ കൂട്ടും നമ്മൾ ഏകദേശം മെറ്റീരിയൽ കൂട്ടും നമ്മുടെ ഒരു ലേബറും എല്ലാം അത്യാവശ്യം കൂട്ടിയിട്ട് അങ്ങനെ ഇതിന്റെ കരാറ് പറയുക. വണ്ടികൾ അത്യാവശ്യം എല്ലാം ചെയ്യും. വർക്ക് എനിക്ക് കൂടുതൽ സെറ്റുള്ള വർക്കാണ്. ഇവിടെ വണ്ടി അധികം തന്നെ നാളെ ഒരു കാറിന്റെ വർക്കുണ്ട്. അങ്ങനെ ഓരോ വണ്ടികൾ വർക്കുകൾ ചെയ്യും. വരുമ്പോ ഏത് വർക്കാണ് വരുന്നത്, ടെസ്റ്റ് പണിയാണ് വണ്ടി ഏതാ വരുന്നത് വെച്ചാൽ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഗ്യാപ്പിനനുസരിച്ച് ഞാൻ ഇവിടെ നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറ്. എനിക്ക് 2 പേര് ഇപ്പൊ ഇവിടെ ഷോപ്പിലുണ്ട് ശരിയായിട്ട്. പിന്നെ കൂടുതൽ എന്തെങ്കിലും വർക്ക് കൂടുതൽ വരികയാണെങ്കിൽ, പുറത്തുള്ള വർക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ വേറെ 2 ആളെ വിളിക്കാറുണ്ട്. ഇവരിവിടെ സ്ഥിരമുള്ള ഇപ്പോഴുള്ള ആൾക്കാർ തന്നെയാണ്. ആവറേജ് ഇപ്പൊ നമ്മൾ സെറ്റിക്കൊക്കെ പറയുക വെച്ചാൽ ഒരു 8 മീറ്റർ കൊണ്ടൊക്കെ അത്യാവശ്യം ചെയ്യാം. ഗ്യാരണ്ടി പറയുമ്പോൾ അതന്നെ, ഗ്യാരണ്ടി പറയുമ്പോൾ നമ്മള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമുകളെ ഉപയോഗിക്കാറ്. ഞാനിവിടെ ലോക്കൽ ഫോം അങ്ങനെ ഉപയോഗിക്കാറില്ല. ലോക്കൽ ഉപയോഗിക്കാറില്ല. എന്താണ് നമ്മൾ പറയുമ്പോൾ എന്റെ അടുത്ത് ഒന്നും കൂടി വർക്ക് ചെയ്യുമ്പോൾ എത്ര വർഷം ഗ്യാരണ്ടി ഒക്കെ ഞാൻ പറയും ഒരു 8 വർഷമൊക്കെയാണ് ഇതിന്റെയൊക്കെ ഗ്യാരണ്ടി. പിന്നെ കുട്ടികളൊക്കെ ചാടി കളിക്കും. അങ്ങനെ
സോഫയിലാണെങ്കിൽ കുട്ടികൾ ചാടി കുത്തി മറിയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ എന്ത് പോയാലും ഒരു 8 വർഷമൊക്കെയാണ് നമ്മൾ ഈ സോഫയുടെ ഗ്യാരണ്ടി നിൽക്കാനുള്ളൂ. അതിപ്പോ എത്ര നല്ല ഫോം ആണെങ്കിലും എത്ര ഇതാണെങ്കിലും 8 വർഷമൊക്കെ നിൽക്കും. അങ്ങനെ വരാറുണ്ട്. ഇപ്പോ ഓരോ വീട്ടുകളിൽ പോകുമ്പോൾ അവർ നെറ്റിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇന്ന വർക്ക് ചെയ്യാൻ പറ്റി ചോദിക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഇതിന്റെ വർക്കിന് ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പറ്റും, നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന മോഡലാണ്, ഇന്ന മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. കോമ്പറ്റീഷൻ പറഞ്ഞാൽ ഇവിടെ അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. ഉണ്ട്, കോമ്പറ്റീഷൻ ഇല്ലാണ്ട് വർക്കുകൾ ഇപ്പൊ നമുക്കുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വർക്ക് ഞാൻ ഇതാക്കിയിട്ട് നമ്മള് പറയേണ്ട സമയത്ത് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള രീതികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. കറക്റ്റ് ടൈമിൽ നമ്മൾ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ കൊടുക്കുക, അവർക്കൊരു പാർട്ടിക്കാർക്ക് ഒരു ഇത് വരും നമുക്ക്. അങ്ങനെയൊക്കെയാണ് എൻ്റെ വർക്കുകൾ. ഫാമിലി പറയുമ്പോ എൻ്റെ ഭാര്യ സുജിതയാണ്, 3 മക്കളാണ് എനിക്ക്, പെൺകുട്ടികളാണ്. മൂത്ത ആള് അശ്വതി, KV പഠിക്കുന്നു, 9ാം ക്ലാസ്സില്. രണ്ടാമത്തെ ആള് അഞ്ജന, LSN പഠിക്കുന്നത്, 7ാം ക്ലാസ്സില്. മൂന്നാമത്തെ കുട്ടി ആരാധ്യ, അവള് ഈ പാലപ്പുറം AJB സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ കടയുടെ തൊട്ടടുത്തുള്ള ഈ സ്കൂള്. ഞാൻ തന്നെ രാവിലെ കൊണ്ടുവയ്ക്കലും കൊണ്ടുവരാനും പോവാറ്. ചിലപ്പോ വൈഫ് വരും, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു. അങ്ങനെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പണിയോട് പ്രത്യേക ഒരു ഇതാണ്. എന്താ പറയുക, നമുക്ക് എങ്ങനെ വന്നാലും ഈ വർക്കിനെ കൂടെ നമുക്ക് ഒരു അട്രാക്ഷൻ കൂടുതലാണ് എനിക്ക്. എന്നാലും അന്നും ഈ പണിയോട് മടുപ്പ് തോന്നിയിട്ടില്ല എനിക്ക്. നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്ക്. ഈ വർക്കിനോട് എനിക്ക് മടുപ്പ് തോന്നിയില്ല. ഇനിയിപ്പോ എത്ര ടയേർഡ് നമ്മൾ ഒരു കല്യാണം കുടിരിക്കില്ല അവർ പറയാതെ നമുക്ക് തീർത്ത് കൊടുക്കണം എന്നുള്ള ഒരു ഇതുള്ള ആളാണ്. ഇപ്പൊ പെട്ടെന്ന് പണിക്കാർ പറയാണ് ലീവാണ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അവിടെ നാളെ വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ വർക്ക് ചെയ്ത് പഠിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാളില്ലെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം പരിപാടികൾ. അങ്ങനെ ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞ കാര്യമായിട്ടുള്ള ഒരു വീടൊന്നും ആദ്യം ഉണ്ടാവില്ല. വീടൊക്കെ കയറ്റി ഇപ്പൊ അത്യാവശ്യം അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നാട്ടിലായിട്ട് അങ്ങനെ ജീവിച്ചു പോകണം. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല. പിന്നെ മക്കളാണ്, അവരൊക്കെ പഠിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തിക്കണം. ടാങ്ക് കവർ, സീറ്റ് കവർ എല്ലാം ഉണ്ട്. അതൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ചെനക്കത്തൂർക്കാവിന്റെ അടുത്ത സ്റ്റോപ്പ് പഴയ പോസ്റ്റ് ഓഫീസ് അവിടെ പറയുക. ഞാൻ ചെനക്കത്തൂർക്കാവിന്റെ അവിടെ നിന്നാണ് പാതി വർക്ക് പഠിച്ചതും. അവിടെ തന്നെ കുറെ വർഷം അതിന് വർക്ക് ചെയ്തിരുന്നു. സ്വന്തമായിട്ട് അവിടെ കട നടത്തി. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 5-6 വർഷമൊക്കെ 7 വർഷമൊക്കെ 6 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്, ഈ സ്റ്റോപ്പിലേക്ക് മാറിയിട്ട്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ബിൽഡിംഗ് ആണ്, സജ്ജി എന്നുള്ള പേര്. ഇത് എപ്പോഴും അതെ, അവിടെയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വർക്കുകളൊക്കെ എനിക്ക് എന്താണ് ഒരാൾക്കാരുടെ കെയർഓഫിലുള്ള വർക്കുകളാണ്. പല സ്ഥലത്തുനിന്നും തിരുവല്ലാന്ന്, പട്ടാമ്പി, അവിടുന്ന് ഇവിടുത്തെ വർക്കുകൾ ഒന്നും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യാറ് കൂടുതലും. ഞങ്ങൾ പാർട്ടിക്കാർക്ക് കൊണ്ട് കാണിച്ചു കൊടുത്ത് അവർക്ക് ഇതാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തന്നെ പോയിട്ട് സാധനം കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കും. അശ്വതി അപ്പോൾസറി വർക്ക്, പഴയ പോസ്റ്റ്, പാലപ്പുറം.